ഫ്രണ്ട്സ്, നമ്മുടെ ബീൻസിലുണ്ടായിരിക്കുന്ന നല്ല മനോഹരമായ ബീൻസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഏകദേശം കുറച്ച് പറിക്കാൻ റെഡിയായി കിടക്കുവാണ്. നമ്മളപ്പോൾ ഇന്ന് ബീൻസ് കട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ നട്ടിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്, വിളവെടുക്കുന്നത്. അതുപോലെ തന്നെ പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട്. വേറെ ബീൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചെറുത് കണ്ട, ചെറിയ ബീൻസുകളാണിത്. അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് പറിച്ചെടുക്കാം. അത് ആപ്പിളൊക്കെ അങ്ങനെ വളർന്നുകൊണ്ടിരിക്കാം. പാകമായിട്ടില്ല, ഏകദേശം 2-3 ആഴ്ച ആകുമ്പോഴത്തേക്ക് അത് പഴാവും. പിന്നെ നമ്മുടെ സൂര്യകാന്തി പൂക്കുന്നു, പലയിടത്തും പൂത്തിട്ടുണ്ട്. കണ്ട ബീൻസ് കണ്ട, കുറേ അതൊന്നും പാകമായിട്ടില്ല. അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് പറിക്കാം. കുറേ പാകമായിക്കൊണ്ടിരിക്കുന്നു, കുറേ പൂവിട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ അതിലപ്പുറം നമുക്ക് ലൈവായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അതാണ്. ഇവിടെ വരം കിടക്കണത് അത്യാവശ്യം വലുതായി. ഇതൊക്കെ ഇന്ന് നമുക്ക് കട്ട് ചെയ്യണം. അതുപോലെ തന്നെ മത്തങ്ങ ഉണ്ടായിട്ടുണ്ട്. വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്, ശിശുവാണ്. കണ്ട, ചെറുതാണ്. മത്തങ്ങ ഈ പറഞ്ഞ പോലെ പൂവൊക്കെ ആയിട്ടുണ്ട്. എത്ര നമുക്ക് പിടിച്ചു കിട്ടുമെന്ന് അറിയത്തില്ല. പിന്നെ ഇടയിലൊരു സൂര്യകാന്തി പൂ വേണ്ട, സൺഫ്ലവർ, പയറും സൂര്യകാന്തിയും ഒക്കെ നിൽക്കുന്നു. നമ്മളൊരു പന്തലിട്ട് കൊടുത്താൽ കണ്ട, അപ്പൊ പന്തല് മൊത്തം കവർ ചെയ്ത് ബീൻസ് കയറി. അപ്പൊ അതിലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഇളം കാറ്റത്ത് കാണാനും ഒക്കെ ഒരു ഭംഗിയാണ്. നമ്മുടെ കോണാണ്, കോൺ നമ്മൾ നട്ടിട്ട് അവിടെ ഉണ്ടായി വരുന്നുണ്ട്. സൂര്യകാന്തി ഇവിടെ ഉണ്ട് കേട്ടോ. മനോഹരമായ കുറച്ച് വ്യത്യസ്ത കളറിലുള്ള സൂര്യകാന്തി പൂക്കൾ. തേനീച്ചകളൊക്കെ വന്ന് തേൻ കുടിക്കുന്നുണ്ട് സൂര്യകാന്തിന്ന്. മഞ്ഞ സൂര്യകാന്തി ഉണ്ട്, പിന്നെ ഒരു റെഡ് കളർ അല്ലെങ്കിൽ ഗോൾഡൻ കളറായിട്ടുള്ള സൂര്യകാന്തി. ആദ്യം ഉണ്ടായ സൂര്യകാന്തിക്ക് വിത്തായി തുടങ്ങി. ഇത് നമ്മൾ വിത്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വർഷം നമുക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം നല്ല ഫ്ലവർ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്കിത് ഇതിൻ്റെ അരി എടുത്തിട്ട് കിളികൾക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ ഒത്തിരി കിളികൾ വരും കഴിക്കാനായിട്ട്. നമ്മളിത് അടർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ കിളികൾക്ക് കൊടുത്താൽ അത് അവർ കഴിക്കും. ഇത് നമ്മുടെ റോസ് ആട്ടോ, റോസ് ഫ്ലവറാണ്. ഒത്തിരി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഏകദേശം തീരാറായിട്ടുണ്ട്. പക്ഷെ അടുത്ത സ്റ്റെപ്പ് ആയി വരുന്നു. കണ്ട മുട്ടുകൾ കണ്ട, ഇത് നമ്മുടെ റോസ്. അതുപോലെ തന്നെ നമ്മുടെ ബീൻസ് ഈ റോസിൽ പടർന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് റെഡ് ഫ്ലവറും ഉണ്ട്. അതുപോലെ നമുക്ക് ബീൻസ് കിട്ടുകയും ചെയ്യും. ഒരു ബീൻസ് മതി നമുക്ക് ഒരു വീട്ടിലോട്ട് അത്യാവശ്യം പറിച്ചെടുക്കാനുള്ള ബീൻസൊക്കെ കിട്ടും കേട്ടോ. അത് ഈ ടൈമിൽ ഉണ്ടാകത്തുള്ളൂ. ഞാൻ അധികം വെച്ചിരിക്കുന്നത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ വെച്ചതാ. നമ്മുടെ ഗാർഡനിൽ ഇങ്ങനെ ഇതിൻ്റെ ഫ്ലവർ എനിക്ക് നല്ല ഇഷ്ടമാണ്. റെഡ് ഫ്ലവർ ആയതുകൊണ്ട് ഇങ്ങനെ ഫ്ലവർ ഉണ്ടായി നിൽക്കണതാണ് നല്ല രസം, നല്ല കുങ്കുമ പൂക്കൾ പോലെ. അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയ പന്തൽ പോലെയൊക്കെ ആക്കിയിട്ട് നമ്മൾ ചെയ്ത് കൊടുത്താൽ. അതിൻ്റെ ഇടയിൽ നമ്മുടെ സൺഫ്ലവറും ഉണ്ട്. അപ്പം ഫ്ലവറും നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ബീൻസും പറിച്ചെടുക്കാൻ പറ്റും. ബീൻസ് നല്ല ഓർഗാനിക്കായിട്ട് നമുക്ക് പറിച്ചെടുക്കാം, കറി വയ്ക്കാം. ബീൻസിന്റെ ഗുണങ്ങൾ എന്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അമിനോ ആസിഡ് അടങ്ങിയിട്ടുള്ളൊരു വെജിറ്റബിൾ ആണ് ബീൻസ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ ബിൽഡ് ചെയ്യുന്നതിന് ഉള്ള കണ്ടൻസ് ഒക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിന് നല്ലതാണ്, നമ്മുടെ ബ്ലഡിന് നല്ലതാണ്, ബോണിന് നല്ലതാണ്, മസിൽസ് ബിൽഡ് ചെയ്യുന്നതിന് നല്ലതാണ്. അതിനൊക്കെ വെജിറ്റബിളായ ബീൻസ് വളരെ നല്ലൊരു വെജിറ്റബിളാണ്. അപ്പോൾ നല്ല മനോഹരമായ ബീൻസ് നമുക്ക് ഇന്ന് പറിച്ചെടുക്കണം.
ഇവിടെ ഇടയ്ക്ക് ബട്ടർഫ്ലൈസ് ഒക്കെ ഇങ്ങനെ വരും. അതുപോലെ തന്നെ തേനീച്ചകൾ ഇതുപോലെ വന്ന് തേൻ കുടിക്കും. അത്യാവശ്യം നല്ല തേനുണ്ടായിരിക്കാം, അതായിരിക്കും തേനീച്ചകൾ ഇങ്ങനെ വരുന്നത്. നമ്മുടെ സൺഫ്ലവറും പിന്നെ ബീൻസിന്റെ ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്ടേ. അവിടെ ഇത് മറ്റൊരു മത്തങ്ങയുടെ ഇതാട്ടെ, ഇതിന്ന് പൂവായിക്കണതാ. ഇതിന്റെ അടിയിലുണ്ട്, ഇത് ഫീമെയിലാണ്. അപ്പൊ ഈ കയറാൻ അതും നമുക്ക് ആയി കിട്ടും. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ കുറച്ച് ബീൻസ് പറിച്ചെടുക്കാം. ബീൻസ് പറിച്ചില്ല എങ്കിൽ ഇങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഒരു മൂത്ത് പോയാൽ നമുക്ക് കറി വെക്കാൻ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഇപ്പൊ ഈ പ്രായത്തിലാണെങ്കിൽ നമുക്ക് പറിച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഒരു ചെറിയ മുറ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫിഷ് കട്ട് ചെയ്യുന്ന സിസേഴ്സ് എടുത്തിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് വലിച്ചു പൊട്ടിക്കാം. വലിച്ചു പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന്റെ തണ്ട് ഉണങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഇനി ഉണ്ടായില്ലെങ്കിലെന്ന് വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തന്നെ, ഇവിടെ ഒരെണ്ണം കണ്ടില്ല വലുത്, അങ്ങനെ തന്നെ ആദ്യം കട്ട് ചെയ്യാം. അത്യാവശ്യം നല്ല വലിയ ബീൻസ്. ഇനി നമുക്ക് റോസിലുള്ള കുറച്ച് ബീൻസ് ഉണ്ട്, ഇവിടെയാണ് കൂടുതൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം മൂപ്പായതൊക്കെ നമുക്ക് പറിച്ചെടുക്കാം. എന്താന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം 2 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് വീണ്ടും പാകായി വരും. ഒത്തിരി നമ്മളിതിൽ നിർത്തിയിട്ടായാലും ഇത് മൂത്ത് പോയാലുള്ള പ്രശ്നം അല്ലോ. നല്ല അടിപൊളിയല്ലേ. നല്ല സൂപ്പർ ബീൻസ് ആണ്. നമ്മൾ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യുന്നത് അതിന്റെ കൂടെ ചെറുതുണ്ട്. അപ്പൊ നമ്മൾ വലിച്ചെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ചെറുത് പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, പാകായി കിട്ടില്ല. അതുകൊണ്ടാണ്. വേണ്ട, ഇനി കുറച്ചും കൂടി പറിക്കാനുണ്ട്, ഞാനത് പറിച്ചിട്ട് കാണിക്കാം. ഓക്കെ, ഇത് തന്നെ ഇപ്പൊ ഒരു ഫാമിലിക്ക് നമുക്ക് കഴിക്കാനുള്ള ബീൻസ് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ട്, അത് ഓർഗാനിക്, സൂപ്പർ അല്ലേ. ഈ ബീൻസിന്റെ ഇലയും നമുക്ക് കറി വയ്ക്കാം കേട്ടോ. നല്ല ഇളതായിട്ടുള്ള ഇലകളെടുത്ത് നമുക്ക് സൂപ്പറായിട്ട് നമ്മുടെ ചീരത്തോരനൊക്കെ അല്ലേ, അതുപോലെ നമുക്ക് അടിപൊളിയായിട്ട് കറി വയ്ക്കാൻ പറ്റിയ സാധനം. കഴിഞ്ഞ വർഷം ഞങ്ങൾ കറി വെച്ചായിരുന്നു. കഴിഞ്ഞ വർഷം വൈഫിന്റെ അമ്മ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് കറി വെച്ച് തന്നായിരുന്നു. പക്ഷെ ഈ തവണ ഒത്തിരി ഇലയുണ്ട്. നമ്മൾ കുറച്ച് ഇല കട്ട് ചെയ്ത് കളയണം, എങ്കിലാണ് അതിന് ആ എയർ സർക്കുലേഷൻ കിട്ടാനും കായ് പിടിക്കാനൊക്കെ നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. ഈ റോസിൽ അധികം ഉണ്ടായിട്ടുണ്ട്. പന്തെല്ലാം അങ്ങനെ അധികം ആയി വരുന്നുള്ളൂ, ഫ്ലവറൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണ് ഇലകളൊക്കെ. പക്ഷെ ഇലകളൊക്കെ പറിച്ച് നമുക്ക് നല്ല സ്പിനാഷ്, പിന്നെ ചീര, നമ്മുടെ പച്ചച്ചീര, ചുമന്ന ചീര, അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി സാധനമാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടപ്പെട്ട് എങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുക, നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ, നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടോ, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ബട്ടൺ ഒന്ന് അമർത്താം, ബെല്ലൈക്കൺ അമർത്താം. നമ്മുടെ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾക്കും നിങ്ങൾക്കും ഒരു ടൈം പാസ്, അത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ സൂര്യകാന്തി ഉണ്ടോ, ഇങ്ങനെ പൊക്കം വെച്ച് പോവാ, മീതെ പയറും കയറി പോകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങൾ. അതെ, അപ്പൊ അടുത്ത വീഡിയോ കാണാം കേട്ടോ. ടേക്ക് കെയർ.